NABH സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളൊട്ടും വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ടുന്ന ഫെസിലിറ്റീസ് ഉണ്ടാവണമെന്നതും എക്വിപ്മെൻറ്റ്സ് ഉണ്ടാവണമെന്നതും അതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കണം എന്നതുമൊക്കെ. നമ്മുടെ ഹോസ്പിറ്റലിൽ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പവർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ തിയേറ്റർ കോംപ്ലക്സ് നമ്മൾ പലപ്പോഴും ഇൻഡിപെൻഡൻറ്റ് UPS ഓൺലൈൻ UPS എനേബിൾഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ എക്വിപ്മെൻറ്റ്സ് എല്ലാം വർക്കിംഗ് കണ്ടീഷനാണെന്ന് സർജൻ്റെയോ അനസ്തേഷ്യോളജിസ്റ്റിൻ്റെയോ ഫീഡ്ബാക്ക് മെക്കാനിസം വഴി ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിന് ഓൾവേസ് ഒരു നോളജ് ബിൽഡായിട്ടുണ്ടാവണം. കാരണം അവിടെ പലപ്പോഴും കോസ്റ്റ്ലി എക്വിപ്മെൻറ്റ്സ് ആണ്, വളരെ സെൻസിറ്റീവ് എക്വിപ്മെൻറ്റ്സ് ആണ്. അതിൻ്റെ കണ്ടീഷൻസിൽ വരുന്ന ചെറിയ വേരിയേഷൻസ് കോസ്റ്റ് ഫാക്ടർ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ സാധാരണ ഒരു എംപ്ലോയിക്ക് അതിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റില്ല. മാനേജ്മെൻറ്റ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ മെക്കാനിസം ഉണ്ടാവണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വെരിഫൈ ചെയ്യാനായിട്ട് അതിൻ്റെ കണ്ടീഷൻസ് വർക്കിംഗ് ആണ് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഡോക്ടറോ അനസ്തേഷ്യോളജിസ്റ്റോ ഒക്കെ ഒരു ഫീഡ്ബാക്ക് തരുന്ന സംവിധാനം നമുക്കുണ്ടാവണം. ഈ എക്യുപ്മെൻറ്റ് വർക്കിംഗ് ആണ്, എന്നതിൽ കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ഫെയിലർ ചാൻസ് കാണിച്ചിരുന്നു. സോ ആ രീതിയിലുണ്ടാവണം. നമുക്ക് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ചിലപ്പോൾ ഒരു ഫ്ലോർ കംപ്ലീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് കോംപ്ലക്സ് ആയിരിക്കും. എന്താണെങ്കിലും അവിടെ ഒരു പേഷ്യൻറ്റിൻ്റെ പ്രീ ഓപ്പറേറ്റീവ് ഹോൾഡിംഗ് ഏരിയ ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് റിക്കവറി റൂം ഫെസിലിറ്റി ആവശ്യമായി വരുന്ന സർജറികളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു റിക്കവറി റൂം ഉണ്ടായിരിക്കണം. നമുക്ക് ഡോക്ടേഴ്സിന് ചേഞ്ചിങ് റൂമും ഹാൻഡ് വാഷിങ്ങും ഓപ്പറേറ്റിംഗ് റൂമിനോട് ചേർന്ന് നിയറസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. പേഷ്യൻ്റെ വെയിറ്റിംഗ് ഏരിയ ഈ കോംപ്ലക്സിൽ തന്നെ ആവുന്നതാണ് നല്ലത്. കാരണം അവിടെ പേഷ്യൻ്റെ കൊണ്ടുവരുമ്പോൾ അവർ കൂടെ വരുന്നുണ്ട്. അതിൻ്റെ അടുത്തൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവുമെങ്കിൽ പേഷ്യൻസിന് ഏറ്റവും കൺവീനിയൻ്റ് അതാണ്. കാരണം അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞാലും ഇല്ലെങ്കിലും അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് അവർക്ക് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട് ആ റിലേറ്റീവ്സിന്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ എക്വിപ്മെൻറ്റ്സിന് പീരിയോഡിക്കായിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് ഉറപ്പ് വരുത്തേണ്ട കാര്യമുണ്ട്. അതിൽ കൂടെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് വർക്കിംഗ് ആണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത്. സോ നമ്മുടെ തിയേറ്റർ കോംപ്ലക്സിൻ്റെ ആർക്കിടെക്ചർ മുതൽ അതിലുള്ള ഇലക്ട്രിസിറ്റി എക്വിപ്മെൻറ്റ്സ് ഇതെല്ലാം ഒരു സർജറിയെ ഒരു വിധത്തിലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ബാധ്യതയാണ്. അത് ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ മാത്രം ബാധ്യതയല്ല, അത് എൻ്റെയർ ഈ ഒരു സർജറി റൂമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തിയേറ്റർ കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. എസ്പെഷ്യലി ഫോർ ദ സർജൻസ് ആൻഡ് അനസ്തേഷ്യോളജിസ്റ്റ്. നിങ്ങളുടെ എക്വിപ്മെൻറ്റ്സ് നിങ്ങൾ തന്നെ പീരിയോഡിക്കലി മോണിറ്റർ ചെയ്ത് ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം വേണമെന്ന് ആവശ്യപ്പെടാം. ഗ്രേപ്സിൽ അതുണ്ട്. ഇനി നിങ്ങൾ മറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ അതുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പേപ്പർ ഡോക്യുമെൻറ്റോ, ഗ്രേപ്സിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. സോ നമുക്ക് തിയേറ്ററിൻ്റെ ഒരു ഫീഡ്ബാക്ക് സംവിധാനം നമുക്കുണ്ടായിരിക്കണം. സോ COP 14H 8ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. നമ്മൾ 10 എണ്ണമാണ്, ഇനി 2 എണ്ണം കൂടെ ഇവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്രോപ്രിയേറ്റ് ഫെസിലിറ്റീസ് ആൻഡ് എക്വിപ്മെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് സപ്ലൈ ഓഫ് ഐറ്റംസ് ആർ അവൈലബിൾ ഇൻ ദ ഓപ്പറേറ്റിംഗ് തിയേറ്റർ. അത് സപ്ലൈ ടു OT ഷുഡ് ബി കമ്മിൻസുറേറ്റ് ടു ദ സ്കോപ്പ് ഓഫ് ദ കോംപ്ലക്സിറ്റി ഓഫ് സർജറി എന്നാണ് ഇവിടെ പറയുക. ആ സർജറിയായിട്ട് ബന്ധപ്പെട്ട കോംപ്ലക്സിറ്റി ഉണ്ടാകാൻ എന്തുമാത്രം പോസിബിലിറ്റി ഉണ്ട് അതുമായിട്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന സപ്ലൈ, സർജിക്കൽ ഐറ്റംസ് ആണെങ്കിലും CSD ഐറ്റംസ് ആണെങ്കിലും സപ്ലൈ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. COP 14H appropriate facilities, equipments, instruments and supply are available in the operating theatre.